Warm greetings, ladies and gentlemen, boys and girls. Welcome to the next chapter of Priya Jacob's Mera Man, My Mind. ഞാനെല്ലാ പ്രാവശ്യം പറയുന്ന പോലെ the aim of our episode is to make understand as senior citizens that they need to live the life to the fullest, and for the younger generation to understand that they have to support the senior citizen. Plus, അതിനോടൊപ്പം they have to take care of themselves also. They have to develop into a better human being as they grow older. ഇപ്പം നമ്മളൊക്കെ ഓൾഡറായിട്ട് പ്രായം ചെല്ലുമ്പം നമ്മൾ തന്നെ ബെറ്റർ വേർഷൻസ് ഓഫ് ആഴ്സ് ആയിട്ട് മാറണം. അങ്ങനെയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ സീനിയർ സിറ്റിസൻ്റെ ഒക്കെ മനസ്സിലാക്കി അവരുടെ ആ യാത്രയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ യാത്രയുള്ള കഥകളൊക്കെ മനസ്സിലാക്കി ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് നല്ല വേർഷനായിട്ട് മാറുന്നത്. നോബഡി ഈസ് ബോൺ ഗുഡ് ഓർ ബാഡ്. ഇത് നമ്മൾ ആയിത്തീരുന്നത്, നമ്മൾ നല്ല ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബാഡ് പേഴ്സൺ ഒക്കെ ആയിത്തീരുന്നത് ഈസ് ഫ്രം അവർ എക്സ്പീരിയൻസസ് ആൻഡ് ഫ്രം വാട്ട് വി ഗെറ്റ് ഫ്രം ദ സൊസൈറ്റി. സോ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ കാണുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഈ ഭൂമി ഉണ്ടായ സമയം മുതലുള്ള ഒരു ബന്ധമാണ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. Intimate relationship is where the personal connection between two people exists. It can be emotional connection, it can be physical connection. Physical connection മാത്രമല്ല, emotional and physical connection വരുമാണ് ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആകുന്നത്. സ്ട്രോങ് ബോണ്ടിങ് അവർ തമ്മിൽ വരുന്നത്. ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് can be filled with love. It can be something in deep romance ആകാം. And there are several psychological experiences in this. നമുക്കൊരു റിലേഷൻഷിപ്പ് ആർക്കും ആകാം, എനിത്തിങ് എനിവേ ഇറ്റ് ക്യാൻ ഗോ. ബട്ട് ടു ബിൽഡ് ഇറ്റ്, ടു മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ, ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ. സംടൈംസ് ഐ ഫീൽ ചിലപ്പോൾ തോന്നും ഇറ്റ്സ് ഈസി ടു ലിവ് സിംഗിൾ, ഇറ്റ് ഈസ് ഓൾവേസ് ഈസി ടു ലിവ് അലോൺ. ബിക്കോസ് വെൻ യു ഹാവ് എ പാർട്ട്ണർ ഇൻ യുവർ ലൈഫ്, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ when you have a partner in your life, then you need to bring your mindset into that state where you have to understand your partner also. So adina chala certain things you have to keep in mind. It is adithe stage only where you first fall in love with a person. Our stage is very colorful and is very beautiful. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മുടെ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ വി ഓൾവേസ് ട്രൈ. ഐ നോ ദാറ്റ് വി ഓൾ, ഈവൻ ഞാനും ഒക്കെ ആ ഒരു ഫേസിലൂടെ പോയിട്ടുണ്ട്. സോ ഐ നോ ദിസ് വെരി വെൽ ദാറ്റ് വി ട്രൈ ടു വെയർ ദ ബെസ്റ്റ് ഡ്രസ്, വി ട്രൈ ടു ലുക്ക് അവർ ബെസ്റ്റ്. നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടുക, നമ്മൾ ഏറ്റവും നന്നായിട്ട് മുടിയൊക്കെ ചീകി ഏറ്റവും നന്നായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് വാവ് തോന്നത്തക്ക രീതിയിലൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യും. നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യും ആ ഫസ്റ്റ് ഫ്യൂ ഫേസിൽ. നമ്മൾ ഒരിക്കലും അതിനകത്തൊരു നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ നമ്മളും ട്രൈ ചെയ്യത്തില്ല, നമ്മൾ മറ്റാരെയും അതിനകത്തൊരു നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ സമ്മതിക്കത്തുമില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് എവറി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. അപ്പം അവരിനകത്ത് അതിനകത്ത് ദേഷ്യം പോലും, ദേഷ്യത്തിൻ്റെ ഭാവങ്ങളെക്കാട്ടിലും കൂടുതൽ വരുന്നത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഭാവങ്ങളാണ്. ലവ്, ഫ്രണ്ട്ഷിപ്പ്, അതിനകത്ത് കൂടുതൽ ചിരി, തമാശകൾ, ലാഫ്റ്റർ, ജോക്സ്, ഇതൊക്കെയാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. സോ ആൻഡ് ദേ ഡു ഇറ്റ് വെരി വെരി കോൺഷ്യസ്ലി. ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ടും കോൺഷ്യസ് ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പം ദേ ഗെറ്റ് യൂസ്ഡ് ടു ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രീതികളിൽ യൂസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ യൂസ്ഡ് ആയി തുടങ്ങുമ്പോഴത്തേക്കിനാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ക്വാളിറ്റി, ആ ക്യാരക്ടർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ ആ ഒരു ഇംപ്രസ് ചെയ്യുന്ന ആ ഫേസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴത്തേക്കിന് യഥാർത്ഥമായിട്ടുള്ള, അതായത് അവരാദ്യം കാണിക്കുന്നതിനകത്തൊരു ഫേക്ക്നെസ് ഉണ്ടായിരുന്നു. നൗ ദേ ആർ ടയേർഡ് ഓഫ് ദാറ്റ് ഫേക്ക്നെസ്. അത് ടയേർഡായിട്ട് ഇനി യഥാർത്ഥമായിട്ടുള്ള ഞാൻ എന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ കുറവുകൾ, കുറ്റങ്ങളും ഫ്ലോസും ഒക്കെ കയറി വരുന്നത്. നമ്മളുടെ ചെറിയ ദേഷ്യങ്ങൾ, അരിശങ്ങൾ, നീരസങ്ങൾ, അപ്സെറ്റാകുന്ന, ഡിസപ്പോയിൻറ്റ്സ് ആകുന്ന, കോൺഫിഡൻസ് ഇല്ലാതാകുന്ന, ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം കൂടെ കയറി വരുന്ന ആ ഒരു സെക്കൻഡ് ഫേസിലേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പം അവിടെയാണ് ഇഷ്യൂസ് തുടങ്ങുന്നത്. This is where you have to understand your partner. ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിങ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതിനകത്തൊരു നിങ്ങൾ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആദ്യത്തെ ആ ബോണ്ടിങ്ങിൻ്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ,
ആ ബോണ്ടിങ്ങിൻ്റെ ഫേസിൽ നിങ്ങൾ എങ്ങനെയൊക്കെ കാണിച്ചോ, എന്തൊക്കെ എക്സ്പ്രസ് ചെയ്തോ, നിങ്ങളത് ഫേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നീടുള്ള പ്രശ്നം വരുന്നത്. പക്ഷേ ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ, ആ ഒരു ക്യാരക്ടറാണ് ഞാൻ, അതൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ്, ആ ക്യാരക്ടറാണ് ഞാൻ എന്ന് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവസാനം വരെ നിലനിൽക്കും. അതിനകത്ത് നമ്മൾക്ക് ഈ കുറവുകൾ കാണുക, പ്രശ്നങ്ങളാകുക എന്നൊക്കെ പറയുന്ന ഈസ് ബിക്കോസ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ അതിനകത്ത് വരുമ്പോഴാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിൻ്റെ കുറവുകൾ കാണുന്നതും, നീ ഇങ്ങനെ കാണിക്കുന്നത്, അങ്ങനെ കാണിക്കുന്നത്, എന്താ വിഡ്ഢിത്തരങ്ങളാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ, നമ്മളുടെ ഒരു ഈഗോയുടെ ഫങ്ഷനിങ് ആണ് നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലെ സംസാരങ്ങളിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്നത്. അതിന് പകരം നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ പീപ്പിളായിട്ട് നിന്നുകൊണ്ട്, ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്, ബ്യൂട്ടിഫുൾ ഹെൽത്തി പീപ്പിളായിട്ട് നിന്നുകൊണ്ട് നമ്മൾക്ക് ആ ആദ്യത്തെ ഫേസിൽ നമ്മൾ എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, അതേ ബ്യൂട്ടിയിൽ തന്നെ ബാക്കി ഫേസുകളിലെല്ലാം നമ്മളൊന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാമെങ്കിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു മാൻ വുമൻ ബോണ്ടിങ് വിൽ ബി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇത് ഈസി ആയിട്ട് ആകണമെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ അതങ്ങ് ഇറങ്ങണം. നമ്മുടെ ക്യാരക്ടറിൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് അതുപോലെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഫേക്കാണ്. നമ്മുടെ ക്യാരക്ടറിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പം ടയേർഡാവും. ആ കാണിച്ച് നമ്മൾ ടയേർഡാവും. ആ ടയേർഡായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ദേഷ്യവും അരിശവും ഒക്കെ പുറത്ത് വരാൻ തുടങ്ങും. സോ വാട്ട് യു ഹാവ് ടു ഡു ഫസ്റ്റ് ഇസ് ദാറ്റ് നിങ്ങളുടെ ആ ബ്യൂട്ടി സൈഡ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറ്റുക. ഹിയറിംഗ് എയ്ഡ് ആവശ്യമുണ്ടെന്ന് എങ്ങനെ അറിയും? ആളുകൾ സംസാരിക്കുമ്പോൾ പലതും വ്യക്തമാകുന്നില്ലേ? ഫോണോ ഡോർബെല്ലോ അടിക്കുമ്പോൾ കേൾക്കുന്നില്ലേ? TV ഉച്ചത്തിൽ വെച്ച് കേൾക്കുന്നുണ്ടോ? വിളിച്ചാൽ കേൾക്കുന്നില്ലെന്ന കംപ്ലൈന്റ് തുടങ്ങിയോ? Call now to book for consultation. 8943 355 333. In our world, elegance meets fashion. Every step exudes confidence. Discover cosmetics that elevate your natural charm, because beauty is your personal statement. Emilia, the Beauty Hub, Madikkummud, Changanasheri, your ultimate style destination, a venture of Konat Group. There is an end to cure, but there is no end to care. Can care. Our facilities, our comprehensive services. പ്രായം കൂടുന്തോറും രോഗങ്ങളുടെ സാധ്യതയും കൂടുന്നു. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കെയർ ആവശ്യം. അതാണ് ക്യാൻ കെയർ. Can care, care that knows you. ഏത് കാര്യവും നമ്മളുടെ ഏത് സ്വഭാവം നമുക്ക് മാറ്റണമെങ്കിൽ, നല്ല സ്വഭാവങ്ങൾ, ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കൈൻഡായിട്ടുള്ള ഗുഡായിട്ടുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ കയറി വരണമെങ്കിൽ നമ്മളൊരു 3 മാസം നമ്മൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളതായിത്തീരും. അത് അങ്ങനെ മാറിപ്പോകും നമുക്ക്. അപ്പം നമുക്ക് ചെയ്യാവുന്നതെന്നു വെച്ചാൽ മനഃപൂർവ്വമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും മനഃപൂർവ്വമായിട്ട് ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ബി നൈസ് പീപ്പിൾ, ബി കൈൻഡ് പീപ്പിൾ. കൈൻഡ്നെസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൈൻഡ്നെസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൈൻഡ്നെസ് ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്തോ, നിങ്ങൾ ആ ആൾക്ക് റെസ്പെക്റ്റ് കൊടുത്തോ, നിങ്ങൾ ആൾക്ക് സ്പേസ് കൊടുത്തോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് കൈൻഡ് ആകാൻ സാധിച്ചില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ആ ബ്യൂട്ടി തന്നെ പോകും. സോ ദ ബ്യൂട്ടി ഓഫ് എനി റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്സ് ആകാം, ലവേഴ്സ് ആകാം, മാരീഡ് കപ്പിൾസ് ആകാം, പാർട്ട്നേഴ്സ് ആകാം, എന്തിനായാലും ദ ബ്യൂട്ടി ഓഫ് എവറി റിലേഷൻഷിപ്പ് ലൈസ് ഇൻ ദാറ്റ് എഫേർട്ട് ടേക്കൺ ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അതാണ് ബ്യൂട്ടി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.
സോ ഞാൻ പറഞ്ഞു ആദ്യത്തെ ആ ഒരു ഒരു ഫ്യൂ മന്ത്സ് ഉണ്ടല്ലോ, വേ യു ട്രൈ ടു ഇംപ്രസ് പീപ്പിൾ, ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കണം ടിൽ ദി എൻഡ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലേ ഏത് റിലേഷൻഷിപ്പും ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ഇതിൻ്റെ ഒരു വലിയ ഇഷ്യൂ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ട് കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം വി ഗെറ്റ് യൂസ്ഡ് ടു ഈച്ച് അതർ. നമ്മൾ പരസ്പരം യൂസ്ഡ് ആവും, നമ്മളുടെ വേയ്സ് ഒക്കെ യൂസ്ഡ് ആവും. അപ്പം ദ പ്രോബ്ലം ഹാപ്പൻസ് ഇസ് ലൈക്ക്, നമ്മൾക്ക് എന്താ വേണ്ടിയത്, നമ്മൾക്ക് എന്താ വേണ്ടാത്തത്, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഞാൻ എനിക്ക് വേണ്ടി എന്നത് ചെയ്യണം, ഇന്ന് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള ഇമോഷണൽ ഡ്രാമാസ് കൂടുതലായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ കയറി വരും. ആ ഇമോഷണൽ ഡ്രാമാസ് കയറി വരുമ്പോഴാണ് ഏത് റിലേഷൻഷിപ്പിൻ്റെയും ബ്യൂട്ടി നഷ്ടപ്പെടുന്നത്. സോ ബന്ധങ്ങളിൽ ഇമോഷണൽ ഡ്രാമാസ് കൊണ്ടുവരാതിരിക്കുക. ഏത് ബന്ധവും ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് യുവർ ബ്രെയിൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ്. യൂസ് യുവർ ബ്രെയിൻസ്. ഡു നോട്ട് ബ്രിങ് ഇമോഷണൽ ഡ്രാമാസ്. ആൺകുട്ടികൾ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ അറിഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളുടെ ആ ഒരു ഡേറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഷി വാസ് വെരി ബോൾഡ്, ഭയങ്കര ബോൾഡായിരുന്നു, ഏത് ഒപ്പീനിയൻ പറയാനും ഒക്കെ ഭയങ്കര ബോൾഡായിരുന്നു, അവൾ ഭയങ്കര ചാമിങ് ആയിരുന്നു. ഈ ക്യാരക്ടേഴ്സൊക്കെ കണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടം തോന്നിയത്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയും ഫ്യൂ മന്ത്സ് ആയി കഴിഞ്ഞപ്പം അന്ന് കാണുന്ന ഒരു കുട്ടിയല്ല ഇപ്പം എനിക്ക് കാണാൻ കിട്ടുന്നെന്ന് ആൺകുട്ടികൾ വന്ന് പറയാറുണ്ട്. പലപ്പോഴും പെൺപിള്ളേർക്ക് പറ്റുന്നൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഭയങ്കര ചാമിങ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ബോൾഡായിട്ടും ഒക്കെ ഇവർ കല്യാണത്തിനൊക്കെ മുമ്പ് നടക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഇവർ അവരുടെ നേച്ചർ അവർ ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഒരു ആൺകുട്ടി അവളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് അതൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇവർക്ക് ഒരു ലേസിനെസ്സിലേക്ക് കയറുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലേസിനെസ് ആണോ അതോ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ആൺകുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. I sometimes wonder, why do they do that? Why do you have to depend on the boy അല്ലെങ്കിൽ on the man completely for everything of yours? Emotionally depend ആവുന്നു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഒരുപാട് സ്നേഹം പ്രതീക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കരുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പല വിമൻ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. My one question to them is like, why do you have to depend on a man for your financial security? Why do you have to depend on another person for your emotional securities? നിങ്ങളത് ആലോചിക്കണം. നമ്മൾ മാൻ ആൻഡ് വുമൻ ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോഴും നമ്മൾക്ക് എല്ലാ വിധത്തിലും എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ ഉള്ള കഴിവും നമ്മളിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. വിമൻ മൈറ്റ് ബി വീക്ക് ഫിസിക്കലി, but women are very strong emotionally. Men are not that strong emotionally. Men are strong physically. ഈ രണ്ട് ഇമോഷണൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തോടെ ഒന്നിച്ചു വരുമ്പോഴാണ് ആ മാരീഡ് ലൈഫ് ബാലൻസ് ആവുന്നത്. സോ വിമൻ ഓൾവേസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് on your man for emotional or financial securities. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു സ്ട്രെങ്ത് ആയിട്ട് വേണം നിൽക്കാൻ എപ്പോഴും. അല്ലാതെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യട്ടെ. ഈവൻ മെന്നാണ് ഇപ്പം ഐ ലൈക്ക് ദ കോട്ട് വൺസ് സുധാമൂർത്തിയുടെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, വിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് ഷീ ഈസ് എ പേഴ്സൺ ഹു ഇസ് വെരി മച്ച് എക്സ്പീരിയൻസ്ഡ് ഓൾസോ. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, the problem with the society now is not that the girls have become independent, but the problem is still with the boys, because the boys are still depending on the girls for everything of theirs. Correct അല്ലേ? ആൺകുട്ടികൾ പുറത്തെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് അവരെ ദേ കണ്ടീഷൻഡ് ആയിട്ട് വന്നു. പക്ഷേ വീട്ടിനകത്തോട്ട് വരുമ്പോഴത്തേക്കിന് ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ ഗേൾ ടു ഡു എവറിത്തിങ് ഫോർ ദം. കയറി വരുമ്പോഴേ വീട് അവരുടെ എല്ലാം നീറ്റായിട്ടിരിക്കണം, അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡി ആയിരിക്കണം, അവരുടെ ഡ്രസ്സസ് എല്ലാം അലക്കിയതാണോ, എല്ലാം തേച്ച് വെച്ചതാണോ. ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ ഗേൾസ് ഫോർ എവറിത്തിങ്. So the issue is not that the girls have become so independent. The issue is still, the problem is that the boys are still depending on the girls. പക്ഷേ ഈ രണ്ട് കൂട്ടരും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും, വീടും നാടും ഒരുപോലെ നോക്കാനാണ് ഞങ്ങൾക്ക് കഴിവ് തന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളത് നോക്കിയേ പറ്റുള്ളൂ. പഴയ കണ്ടീഷനിങ് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊരു ന്യൂ ജനറേഷൻ്റെ ന്യൂ പോക്കാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഒഴുകുമ്പോഴാണ് പലയിടത്തും സമാധാനവും ഈ ഡിവോഴ്സൊന്നും ഇല്ലാതാകുന്നൊക്കെ.
So boys should understand that you should not depend on the other person completely for all your needs. നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പേഴ്സൺ ടു ഡു എവറിത്തിങ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. സോ അത് മനസ്സിലാക്കുക. സോ പെൺകുട്ടികൾ പലപ്പോഴും അങ്ങനെ ആയിത്തീരുന്നുണ്ട്. ഇമോഷണലി അവർ ആ ആൺകുട്ടിയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് വേണ്ടി അത് ചെയ്യണം. സ്നേഹത്തിൽ പെൺപിള്ളേർ നമ്മൾ പൊതുവെ ഗേൾസ് ഇച്ചിരി സോഫ്റ്റാണ്. അപ്പോൾ ആ സോഫ്റ്റ്നെസ്സിൽ അങ്ങ് കൂടുതലായിട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജീവിതമാണ്, ജീവിതം ജീവിച്ചേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഇമോഷണൽ ഡ്രാമാസൊക്കെ ഒന്ന് മാറ്റിവെച്ച് പെർഫെക്റ്റ് ലിവിങ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ തിങ്കിങ്ങിലേക്ക് പോവുക. ഇമോഷൻസ് വേണം ആവശ്യമുള്ളിടത്ത്, പക്ഷേ അനാവശ്യത്തിനും എല്ലാ ഇമോഷൻസ് കൊണ്ട് എല്ലാം കൂടെ മിക്സാക്കി കച്ചടയാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാക്കിക്കണം. പിന്നെ ഒരു നെക്സ്റ്റ് ഫാക്ടർ ഇൻ സച്ച് റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ് ഐ ഹവ് സീൻ കൂടുതലും പെൺകുട്ടികൾ ഈ ആൺകുട്ടിയെ അവരുടെ ലോകമാക്കി മാറ്റും. They say like, this man is my world. He is everything to me. He is my world. ആ മാൻ ഒന്ന് പോയി ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി. they go to ഒരു ഇൻസാനിറ്റിയുടെ വേർജിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു മാഡ്നസിലേക്ക് പോകുന്ന കാണാൻ പറ്റും. They stop doing everything for themselves. അവരവർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഈ ആണിന് വേണ്ടി സകലതും ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക് പെൺപിള്ളേർ പോകുന്ന കാണാറുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. വെരി 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 ഡേഞ്ചറസ്. ബിക്കോസ് ഈ ബോയ്സിന് ആ ഒരു രീതിയിൽ ഇവളാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് കേട്ട വെരി ഫ്യൂ, ഞാൻ കേട്ടിട്ടില്ല. ടു ബി ഓണസ്റ്റ്, ഐ ഹവ് നെവർ ഹേർഡ് എ മാൻ സേയിങ് ദാറ്റ് ദിസ് വുമൻ ഇസ് മൈ വേൾഡ്. കാണുമായിരിക്കും, വളരെ ചെറിയ പെർസെൻറ്റേജ് കാണുമായിരിക്കും, പക്ഷേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആരും ആരുടെയും ലോകമായി തീരരുത്. ആരുടെയും ലോകമായി തീരരുത്. നമ്മൾ തന്നെ നല്ലൊരു ലോകം ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് തന്നെ നല്ലൊരു ലോകം ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്യുന്ന ലോകത്തിനകത്ത് നമ്മുടെ പാർട്ട്ണറിനെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക. അതാണ് ബ്യൂട്ടി ഓഫ് എവറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരാളാണ് എൻ്റെ ലോകം. നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ പാർട്ട്ണർ നാളെ മറ്റൊരു വുമനോ മറ്റൊരു മാനിലേക്കോ പോയി കൂടാന്നില്ല. മനുഷ്യനാ പോയി കൂടാന്നില്ല. സോ അങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട്, ഞാൻ ഇത്രയും കൊണ്ട് നടന്നിട്ട് ഇന്ന ആൾ എന്നെ ചീറ്റ് ചെയ്തില്ലേ, ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ട് ആ ആൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, വിച്ച് ഈസ് റോങ്. സോ സീ ദാറ്റ് യു ഡോണ്ട് മേക്ക് യുവർ പാർട്ട്ണർ യുവർ വേൾഡ്, but try to bring your partner into the beauty and into the positiveness of your world. Above everything, ഓർത്തോണം, ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയാലോ അല്ലെങ്കിൽ നോർമൽ ഫ്രണ്ട്ഷിപ്സ് ആയാലോ, എനി ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന ആയിരിക്കണം. ഒരിക്കലും നമ്മളെ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വലിച്ച് നെഗറ്റീവിനകത്ത് വലിച്ച് നമ്മളെ നശിപ്പിക്കുന്നതാവരുത് ഏത് റിലേഷൻഷിപ്പും. അത് ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിലാകാം, ഇൻറ്റിമസിയുള്ള ഡീപ്പ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ആകാം, സിബ്ലിങ്സ് ആകാം, വാട്ട് എവർ, ഏത് റിലേഷൻഷിപ്പ്, ഈ ലോകത്തുള്ള ഏത് റിലേഷൻഷിപ്പ് എടുത്താലും അത് നമ്മളെ നശിപ്പിക്കുന്നതാണെങ്കിൽ അതൊരു നല്ല ബന്ധമല്ല എന്ന് ഓർത്തു. മറിച്ച് നമ്മളുടെ ചിറകിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മളെ പറക്കാൻ സഹായിക്കുന്നതായിരിക്കണം ഏത് റിലേഷൻഷിപ്പ്. അതിനകത്താണ് സ്ട്രെങ്ത്, പവർ, ബോണ്ടിങ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഫാക്ടർ അതിനകത്ത് ധാരാളം കാണും. ഒരു ഈഗോയും ഇല്ലാതെ, ഒരു ഇൻസെക്യൂരിറ്റീസും ഫീൽ ചെയ്യാതെ മറ്റുള്ളവരെയും കൂടെ പറക്കാനായിട്ട് സഹായിക്കുക, മറ്റുള്ളവർക്കൊരു കൈത്താങ്ങായി നിൽക്കുക. ഏത് ബന്ധത്തിൻ്റെയും ഭംഗി അത്. നമ്മൾ മാത്രം പറക്കണമെന്ന് വിചാരിക്കാതെ, നമുക്ക് മാത്രം എല്ലാം നേടണമെന്ന് വിചാരിക്കാതെ, നമുക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരേപോലെ പറക്കുകയും ഒരേപോലെ പലതും നേടുകയും ചെയ്യണം എന്നുള്ളൊരു സ്വപ്നത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ പറയത്തില്ലേ, ഒരു കമ്പ് നമുക്ക് ഓടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു 3-4 കമ്പ് ഒന്നിച്ചാണെങ്കിൽ അത് ഓടിക്കാൻ നോട്ട് ഈസിയാണ്. അതാണ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്സ്. അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ആയാലും, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതും സൗഹൃദങ്ങളായാലോ, പേരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്സ് ആയാലോ, സിബ്ലിങ്സ് ആയാലോ, വട്ട് എവർ ബി ഇറ്റ്, ആ സ്ട്രെങ്ത് ഉണ്ടാകുന്ന അപ്പോഴാണ്. സോ ഇതൊരു ചെറിയ ക്യാപ്സൂൾ പരുവത്തിൽ ഞാനൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാവർക്കും വിസ്ഡം ഉണ്ട്.
അവരവരുടെ ലൈഫിൽ ഇതൊക്കെ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. അല്ലാതെ ഇതിനൊന്നും സ്ട്രിക്റ്റായിട്ട് റൂൾസ് ഒന്നുമില്ല. സ്ട്രിക്റ്റായിട്ട് ദർ ആർ നോ റൂൾസ്. നമ്മുടെ ലൈഫിൽ എന്താ വരുന്നത് അത് എംബ്രേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നല്ല രീതിയിൽ അതിനെ കൊണ്ടു നടക്കുക, പൊന്നുപോലെ കൊണ്ടു നടക്കുക. അത്രയും മാത്രം ആലോചിക്കുക. ഗെറ്റ് ഇറ്റ്? സോ നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട് ആസ് ഓൾവേസ് ഫോർ ഓൾ ദ വ്യൂവേഴ്സ് ഫ്രം our team, Quattro Eagles Music Band. Enjoy it. തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയേ. കണതുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പോ വിങ്ങലല്ലേ കാലമിന്നോ മൗനമല്ലേ, മൗനം തീരില്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ നിന്റെ തളനക്കം പുതുമിനുക്കം ചെറുമയക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. പുഴയും മഴയും തഴുകും സിരയിൽ പുളകം പതിവായി നിറയേ. മനസ്സിൻ നടയിൽ വിരിയാനിനിയം മറന്നു നീലമലരേ. നാണം പൂത്തു പൂത്തു കൊഴിയേ. ഈണം കേട്ടു കേട്ടു കഴിയേ. രാവോ യാത്ര പോയി തനിയേ അകലേ. രാക്കടമ്പിൻ ഗന്ധമോടെ രാക്കിനാവിൻ ചന്തമോടെ വീണ്ടും ചേരില്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ നിന്റെ തളനക്കം പുതുമിനുക്കം ചെറുമയക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഐ ട്രൂലി ഹോപ്പ് ദാറ്റ് ഇറ്റ് ഹാസ് ഇൻസ്പയർഡ് സംബഡി ഔട്ട് ദെയർ. ചെറിയ ക്യാപ്സ്യൂൾസ് ആണ്, പക്ഷേ ആർക്കെങ്കിലും ആ ക്യാപ്സ്യൂൾസ് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. So with this, I wind up today's episode. This is me, Priya Jacobs, signing off. So until we meet next, it's a big bye from my side.
ആവശ്യമുണ്ടെന്ന് എങ്ങനെ അറിയും? ആളുകൾ സംസാരിക്കുമ്പോൾ പലതും വ്യക്തമാകുന്നില്ലേ? ഫോണോ ഡോർബെല്ലോ അടിക്കുമ്പോൾ കേൾക്കുന്നില്ലേ? TV ഉച്ചത്തിൽ വെച്ച് കേൾക്കുന്നുണ്ടോ? വിളിച്ചാൽ കേൾക്കുന്നില്ലെന്ന കംപ്ലൈന്റ് തുടങ്ങിയോ? Call now to book for consultation. 8943 355 333. In our world, elegance meets fashion. Every step exudes confidence. Discover cosmetics that elevate your natural charm, because beauty is your personal statement. Emilia, the Beauty Hub, Madikkummud, Changanasheri, your ultimate style destination. A venture of Konat Group. There is an end to cure, but there is no end to care. Can care. Our facilities, our comprehensive services, പ്രായം കൂടുന്തോറും രോഗങ്ങളുടെ സാധ്യതയും കൂടുന്നു. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കെയർ ആവശ്യം. അതാണ് ക്യാൻ കെയർ. Can Care, care that knows you.